നമസ്കാരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിന്റെ നിർണായക മൊഴി പുറത്ത്. പ്രതി ഹരികുമാർ മുൻപും കുട്ടികളെ ഉപദ്രവിച്ചെന്ന് അമ്മ ശ്രീധു മൊഴി നൽകിയിരുന്നു. കുട്ടികളെ ഹരികുമാറിന് ഇഷ്ടമായിരുന്നില്ല. കൊല്ലപ്പെട്ട ദേവേന്ദുവിനെയും മൂത്ത സഹോദരിയെയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നതായി ശ്രീധുവിന്റെ മൊഴി. ദേവേന്ദുവിനെ ഹരികുമാർ നേരത്തെയും എടുത്തെറിഞ്ഞിരുന്നതായി അമ്മ ശ്രീധുവിന്റെ മൊഴിയുണ്ടായിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു ജനിച്ചതിനു ശേഷമെന്നും ഹരികുമാർ വിശ്വസിച്ചു. ശ്രീധു ശുചിമുറിയിൽ പോയ സമയത്താണ് കുട്ടിയെ എടുത്തെറിഞ്ഞതെന്നും മൊഴി നൽകുന്നുണ്ട്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ശേഷം സ്വന്തം കട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുകയായിരുന്നു. അതേസമയം ശ്രീധുവിനെ തൽക്കാലം ചോദ്യം ചെയ്യില്ല, ആവശ്യമെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യും. കുഞ്ഞിന്റെ മാതാവ് ശ്രീധു മഹിളാ മന്ദിരത്തിൽ തുടരും. കേസിൽ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ എടുക്കും. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവുമായുള്ള പ്രശ്നത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എങ്ങനെ കൊന്നു, എപ്പോൾ കൊന്നു, ആര് കൊന്നു എന്നതിനൊക്കെ ഉത്തരമായി. അവശേഷിക്കുന്ന ചോദ്യങ്ങൾ: എന്തിനു വേണ്ടി, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? കുഞ്ഞിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരുന്നു. അമ്മയുടെ പങ്ക് തെളിയിക്കുന്ന ഒന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഇവർ ഇപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ സർക്കാർ സംരക്ഷണത്തിലാണ്. ബന്ധുക്കൾ ആരും ഏറ്റെടുക്കാൻ വരാത്തതോടെയാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. വേണ്ടിവന്നാൽ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അമ്മാവൻ ഹരികുമാർ ആകട്ടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഉറങ്ങിക്കിടത്തിരുന്ന കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്ത് പകയാണ് ഇയാൾക്കുള്ളതെന്നാണ് അറിയേണ്ടത്. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവുമായി ഇയാൾ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇത് നിരത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷ. മൊഴി വൈരുദ്ധ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ ആർക്കൊക്കെ കൃത്യത്തിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണമില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.